ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലെത്തി. 14 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് മെസ്സി എത്തുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ താരത്തെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആരാധകരാണ് അവിടേക്ക് എത്തിയത്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലെത്തി. കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളത്തിലാണ് താരമെത്തിയത്. വിമാനമിറങ്ങിയ മെസ്സിയെ കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. മെസ്സിയെ വൻ സുരക്ഷയിലാണ് താമസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം ലയണൽ മെസ്സി ഇന്ത്യയിലെത്തിയപ്പോൾ ആഘോഷമാക്കാൻ തന്നെയാണ് കായിക പ്രേമികളും. മിയാമിൽ നിന്ന് ദുബായ് വഴിയാണ് കൊൽക്കത്തയിൽ വിമാനമിറങ്ങിയത്. ആയിരക്കണക്കിന് ആരാധകരാണ് വിമാനത്താവളത്തിനു ചുറ്റും അർദ്ധരാത്രിയിലും താരത്തെ ഒരു നോക്ക് കാണാനായി തടിച്ചുകൂടിയത്. മെസ്സി വിമാനത്താവളത്തിൽ നിന്ന് കാറിലേക്ക് ഹോട്ടലിലേക്ക് പോകും വഴിയെല്ലാം വഴിയോരത്ത് ആരാധകർ അദ്ദേഹത്തെ വരവേറ്റു. ആകെ 72 മണിക്കൂറിലധികം താരം ഇന്ത്യയിലുണ്ടാകും. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നീ 4 നഗരങ്ങളിലെ വിവിധ പരിപാടികളിലും താരം പങ്കെടുക്കും. ഇന്ത്യയിൽ മെസ്സിയുടെ 2ാം സന്ദർശനം കൂടിയാണിത്. 2011 സൗഹൃദ മത്സരത്തിനായിരുന്നു ആദ്യം ഇന്ത്യയിൽ താരമെത്തിയത്. ഇന്ന് 14 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇന്ത്യയിലേക്ക് ഫുട്ബോൾ ഇതിഹാസം എത്തുന്നത്. പക്ഷേ ഇത്തവണത്തെ വിസിറ്റ് ഔദ്യോഗികമായ മത്സരത്തിനല്ല. ഞായറാഴ്ച മുംബൈയിലെ വിവിധ പരിപാടികളിലും താരം പങ്കെടുക്കും. അതിനുശേഷം തിങ്കളാഴ്ച ഡൽഹിയിലെത്തും. മെസ്സി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ 7000 മുതൽ 10000 വരെയാണ് ടിക്കറ്റ് നിരക്ക്. ഷാരൂഖ് ഖാൻ, ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി, ജാക്കി ഷെറോഫ്, ജോൺ എബ്രഹാം തുടങ്ങിയ താരങ്ങളും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.